ചില ആളുകൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കൂടുകയും ബോഡി വെയിറ്റ് കുറയാൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവർ ഇൻസുലിൻ റെസിസ്റ്റൻസ് കറക്റ്റ് ആക്കുക. അതിനുള്ള ടിപ്സും ഒരു വീഡിയോയും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് കുറഞ്ഞില്ലെങ്കിലും, നമുക്ക് ചെറിയ രീതിയിലാണ് വെയിറ്റ് കുറഞ്ഞതെങ്കിലും നമ്മൾ ഡയറ്റ് ഒരിക്കലും നിർത്തരുത്. ഈ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കോർ മസിൽസിനും അതുപോലെ തന്നെ ശരീരത്തിനും ടോട്ടൽ ആയിട്ടുള്ള ബോഡി ഫാറ്റ് ലോസ് ആവാനും ജോയിന്റ്സ് മൂവ് ആവാനും ഉള്ള വ്യായാമങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കറക്റ്റ് ആകുവാൻ ഈ വ്യായാമങ്ങൾ നമ്മളെ വളരെ അധികമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഡയറ്റും വ്യായാമവും നമ്മുടെ ശരീരഭാരം കുറയാൻ വേണ്ടി മാത്രമല്ല, ഇത് നമ്മുടെ ഒരു ജീവിത ശൈലിയാണ്. അപ്പൊ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വ്യായാമങ്ങൾ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നോർമൽ ആക്കുവാനായിട്ട് നമ്മളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങളാണ്. അതുകൊണ്ട് ഈ വ്യായാമങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അതോടൊപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം, എങ്ങനെ ബോഡി മൂവ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ വ്യായാമങ്ങൾ നിങ്ങൾ എന്നോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക. നമുക്കപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ ആദ്യം ഞാൻ എങ്ങനെയാണ് ഈ ഒരു പൊസിഷൻ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ പ്ലാങ്ക് പോസിൽ വന്ന് നമ്മൾ ബോഡി ശരിക്കും സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക. ഇപ്പം അപ്പ് ആകാനോ ഡൗൺ ആവാനോ പാടില്ല. ഇനി നമ്മൾ വലതുകാല് ഇതുപോലെ ഉയർത്തി, പറ്റുന്നത്ര ഉയർത്തിയിട്ട് വലതുകാല് ഇടത് വശത്ത് ഇതുപോലെ മാറ്റിൽ മുട്ടിക്കാൻ നോക്കുക. അതുപോലെ കം ബാക്ക്. ഇനി ഇടതുകാല് വലതുവശത്ത് ആവുന്ന പോലെ മുട്ടിക്കാൻ ശ്രമിക്കുക. കം ബാക്ക്. നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ ടയേർഡ് ആകുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്ത് ഇതുപോലെയും ചെയ്യാം. ഇതുപോലെ. അപ്പൊ നമ്മൾ മാറി 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 ഈ കാല് ഒരു 5 തവണ, ഈ കാല് 5 തവണ, അങ്ങനെ ടോട്ടൽ 10 തവണ. അപ്പൊ നമുക്ക് പ്ലാങ്ക് പോസിലും ഹാഫ് പ്ലാങ്കിലും ഈ ഒരു പൊസിഷൻ ട്രൈ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഇൻസ്ട്രക്ഷനൊപ്പം തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യം പ്ലാങ്ക് പോസിൽ വരിക. പ്ലാങ്ക് പോസ്. ഇനി വലതുകാല് ആവുന്നത്ര ഉയർത്തി ഇടതുവശത്ത് മുട്ടിക്കുക. കം ബാക്ക്. ഇടതുകാല് ആവുന്നത്ര ഉയർത്തി വലതുവശത്ത് മുട്ടിക്കുക. കം ബാക്ക്. ഓൾ റൗണ്ടായി വലതുകാല് ഉയർത്തി ഇടതുവശത്ത് മുട്ടിക്കുക. വലതുകാല് ഉയർത്തി കം ബാക്ക്. ഇടതുകാല് ഉയർത്തി വലതുവശത്ത് മുട്ടിക്കാൻ നോക്കുക. കം ബാക്ക്. വലതുകാല് ഉയർത്തി ഇടതുവശത്ത് മുട്ടിക്കാൻ നോക്കുക. കം ബാക്ക്. ഇടതുകാല് ഉയർത്തി വലതുവശത്ത് മുട്ടിക്കാൻ നോക്കുക. കം ബാക്ക്. ഇനി നിങ്ങൾ ഹാഫ് പ്ലാങ്കിൽ വരിക. ഇതുപോലെ. ഇത് കുറച്ചുകൂടി നല്ലതാണ് അബ്ഡോമന്, വയറിലെ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട്. വലതുകാൽ ഉയർത്തി ആവുന്നത്ര ഉയർത്തി ഇടതുവശത്ത് മുട്ടിക്കുക. ഇനി വലതുകാൽ ഉയർത്തി ഡൗൺ ചെയ്യുക. ഇടതുകാൽ ഉയർത്തി വലതുവശത്ത് മുട്ടിക്കുക. ഉയർത്തി ഡൗൺ ചെയ്യുക. ഹാഫ് പ്ലാങ്ക്. അവസാന റൗണ്ട് വലതുകാൽ ഉയർത്തി ഇടതുവശത്ത് മുട്ടിക്കുക. വലതുകാൽ അപ്പ് ചെയ്ത് പ്ലാങ്ക് പോസ്, ഹാഫ് പ്ലാങ്ക്. ഇനി ഇടതുകാൽ ഉയർത്തി വലതുവശത്ത് ഇതുപോലെ മുട്ടിക്കുക. ഉയർത്തി കം ബാക്ക്, ഹാഫ് പ്ലാങ്ക്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഹാഫ് പ്ലാങ്കിൽ ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ നിൽക്കുക. ഹാഫ് പ്ലാങ്കിൽ നമ്മൾ കൂടുതൽ ടൈം ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ അബ്ഡോമൻ മസിൽസിനെ, അതായത് അബ്ഡോമനിലെ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. മാറ്റിൽ കിടന്നോ അല്ലെങ്കിൽ ചൈൽഡ് പോസിൽ ഇതുപോലെയോ റിലാക്സ് ചെയ്യാം. നിങ്ങൾ മാറ്റിൽ കിടക്കുക. ഇതുപോലെ വയറ് നിലത്ത് വെച്ച് കിടക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ട് പോസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ 2 കൈയും ഇതുപോലെ ഇന്റർലോക്ക് ചെയ്ത് പിന്നിൽ വെക്കുക. അതിനുശേഷം കൈ ശരിക്കും ഉയർത്തുക. ഇനി താടിയോ നെറ്റിയോ നിലത്ത് മുട്ടിക്കുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 2 കാലുകളും തലയും ചെസ്റ്റും ഇതുപോലെ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക.
ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു 5 റൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എന്നോടൊപ്പം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ബ്രീത്ത് ചെയ്യേണ്ട രീതി കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം മാറ്റിൽ കിടക്കുക. താടി നിലത്ത് മുട്ടിക്കണം. ഇനി വിരലുകൾ പിന്നിൽ ഇന്റർലോക്ക് ചെയ്യുക. കാല് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇൻഹേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്. ഒന്ന് ഹോൾഡ് ചെയ്യുക. എക്സേൽ ഡൗൺ. ഒരു റൗണ്ടായി. 5 റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഹേൽ, ലെഗ് അപ്പ്, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്. എക്സേൽ ഡൗൺ. 2 റൗണ്ടായി. ഇൻഹേൽ, ഹെഡ് അപ്പ്, ലെഗ് അപ്പ്, ചെസ്റ്റ് അപ്പ്. എക്സേൽ ഡൗൺ. 3 റൗണ്ടായി. 2 റൗണ്ട് കൂടി. ഇൻഹേൽ, ഹെഡ് അപ്പ്, ലെഗ് അപ്പ്, ചെസ്റ്റ് അപ്പ്. എക്സേൽ ഡൗൺ. 4 റൗണ്ടായി. അവസാന റൗണ്ട്. ഇൻഹേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്, ലെഗ് അപ്പ്. സ്റ്റേ ചെയ്യുക. ഒരു 5 സെക്കൻഡ് സ്റ്റേ ചെയ്യുക. 1 2 3 4 5. റിലാക്സ് ആവുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 5 തവണ കൂടി ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ചൈൽഡ് പോസിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചൈൽഡ് പോസിൽ റിലാക്സ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലെഗ് ട്വിസ്റ്റിംഗ് ആണ്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഇതുപോലെ കാല് മടക്കി വെച്ച് ഇതുപോലെ ഇരിക്കുക. അതിനുശേഷം കാല് സെപ്പറേറ്റ് ചെയ്യുക. ഒരു 2 ഫീറ്റ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യത്തെ റൗണ്ട് നിങ്ങൾ കാണുക. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2 കാലും ഇതുപോലെ വലതുവശത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം 2 കാലും ഇടതുവശത്തോട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മുട്ടുകാല് നിലത്ത് മുട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ബോഡി ആവുന്നത്ര പിന്നോട്ട് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യണമെന്നില്ല. ഇത് കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു പൊസിഷനാണ്. നമ്മളൊരു 5 റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യേണ്ട രീതി കൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം ഈ ഒരു പൊസിഷനിൽ കാല് മടക്കി വെച്ച് ഇരിക്കുക. ഇനി എക്സേൽ, 2 കാലും ട്വിസ്റ്റ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക്, ബോഡി റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. ഇൻഹേൽ അപ്പ്, എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക്. ഇൻഹേൽ അപ്പ്, എക്സേൽ റൈറ്റ് സൈഡ്. ഇപ്പോൾ ഒരു റൗണ്ടായി. ഇൻഹേൽ അപ്പ്, എക്സേൽ ലെഫ്റ്റ് സൈഡ്. ഇൻഹേൽ അപ്പ്. 2 റൗണ്ടായി. എക്സേൽ റൈറ്റ് സൈഡ് ഇതുപോലെ. ഇൻഹേൽ അപ്പ്, എക്സേൽ ലെഫ്റ്റ് സൈഡ്. മാക്സിമം ബോഡി ലെഫ്റ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. അപ്പ് ചെയ്യുക. എക്സേൽ റൈറ്റ് സൈഡ്. 4ാമത്തെ റൗണ്ട്. അപ്പ് ചെയ്യുക. എക്സേൽ ലെഫ്റ്റ് സൈഡ്. അപ്പ് ചെയ്യുക. ഒരു റൗണ്ട് കൂടി. എക്സേൽ റൈറ്റ് സൈഡ് ഇതുപോലെ ആവുന്നത്ര ട്വിസ്റ്റ് ചെയ്യുക. ബോഡി കൂടി മാക്സിമം ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുക ഇതുപോലെ. എന്നിട്ട് റൈറ്റ് സൈഡ് സ്റ്റെപ്പ് ഓപ്പൺ ചെയ്യുക. ഇൻഹേൽ അപ്പ്, എക്സേൽ ലെഫ്റ്റ് സൈഡ്. മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക. ഇൻഹേൽ അപ്പ്. ഒരു തവണ കൂടി റൈറ്റ് സൈഡ് മാക്സിമം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ബോഡി മാക്സിമം ഇതുപോലെ ഒന്ന് വളയ്ക്കുക. ഇടത് കൈ ഇതുപോലെ കൊണ്ടുവന്ന് മാക്സിമം. ഇനി ഓപ്പോസിറ്റ് സൈഡ്. എക്സേൽ ലെഫ്റ്റ് സൈഡ്. റൈറ്റ് ഹാൻഡ് പിന്നോട്ട് കൊണ്ടുവന്ന് ബോഡി മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് വളയ്ക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ മാക്സിമം. ഇനി കം ബാക്ക്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു റൗണ്ട് കൂടി ചെയ്യാൻ നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ആവാം.